ഹായ് എവരി വൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വ്ളോഗുമായിട്ടാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ബ്രിട്ടീഷ് ഡിഷായ ഫിഷ് ആൻഡ് ചിപ്സ് എൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലും നോർത്ത് അമേരിക്കയിലെല്ലാം മെയിനായിട്ട് കാണുന്ന ഒരു ഡിഷാണ് ഫിഷ് ആൻഡ് ചിപ്സ്. അപ്പം നമ്മൾ ഹോട്ടലിലൊന്നും പോയി വാങ്ങിച്ച് കഴിക്കാതെ എങ്ങനെയെങ്കിലും ഒരു ഹോം മെയ്ഡ് ഫിഷ് ആൻഡ് ചിപ്സ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫിഷ് ആൻഡ് ചിപ്സ് ഉണ്ടാക്കാൻ യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടും ഫ്ലേവറൊന്നും ഇല്ലാത്ത ഫിഷാണ്. അപ്പം ഞാൻ ഇന്നലെ ആമസോണിൻ്റെ ഹോൾ ഫുഡ്സിൽ പോയി കോഡിൻ്റെ ഫിഷ് ഫില്ലറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നത്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഫ്രോസണായിട്ടും ഫ്രഷായിട്ടും നമുക്ക് കിട്ടും കോഡിൻ്റെ ഫില്ലറ്റ്സും. അല്ല നിങ്ങൾക്ക് ബാസ, ഹാലിബട്ട് അങ്ങനെ വലിയ ഫ്ലേവറൊന്നും ഇല്ലാത്ത വൈറ്റ് ഫിഷാണ് നമ്മൾ ഈ ചിപ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വാങ്ങിച്ച ഫില്ലറ്റ് ഞാൻ ക്ലീൻ ചെയ്തു. ഇനി ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്തു. ഇനി ഇത് മാറിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് മാറിനേറ്റ് ചെയ്യാൻ വേണ്ടി 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ടു. ഒരു ടീസ്പൂൺ സോൾട്ട് ഇട്ടു. ഇനി നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ ഈ ഫിഷിനകത്ത് ഫിഷ് പെപ്പർ പൗഡറും സോൾട്ടും എല്ലാം ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഞാനിത് മാറിനേറ്റ് ചെയ്തു. ഇനി 10 മിനിറ്റ്സ് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം മാറിനേറ്റ് ചെയ്ത്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി യൂഷ്വലി ചിപ്സ് ഉണ്ടാക്കുന്നത് നോർമൽ പൊട്ടറ്റോസ് വെച്ചാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 സ്വീറ്റ് പൊട്ടറ്റോസ് ആണ്. അപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ ചിപ്സ് ആണ് ഞാൻ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോ ചിപ്സ് നമുക്കൊന്ന് പീൽ ചെയ്തിട്ട് ക്ലീൻ ചെയ്യാം. ഒരു പീലർ ഉപയോഗിച്ച് നമുക്കിത് പീൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പീൽ ചെയ്ത് വാഷ് ചെയ്തിട്ട് വരാം കട്ട് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഞാൻ എൻ്റെ സ്വീറ്റ് പൊട്ടറ്റോസ് എല്ലാം നല്ല ഈവനായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇതിലോട്ട് കുറേ സ്പൈസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഗാർലിക് പൗഡർ ഒരു 1/2 സ്പൂൺ, നമ്മുടെ ഓണിയൻ പൗഡർ ഞാൻ ആഡ് ചെയ്യുന്നു, അതൊരു 1/2 സ്പൂൺ. നെക്സ്റ്റ് നമ്മുടെ ചില്ലി പൗഡറാണ്. സ്വീറ്റ് പൊട്ടറ്റോസ് കുറേ സ്വീറ്റാണല്ലോ, അപ്പോൾ ഒരു സ്പൈസിന് വേണ്ടി. നെക്സ്റ്റ് സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്, 1/2 സ്പൂൺ സോൾട്ട്. ഇനി 2 ടേബിൾ സ്പൂൺ നമ്മുടെ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ്, അതും കൂടി ആഡ് ചെയ്യാം.
ഞാൻ ഈ സ്വീറ്റ് പൊട്ടാറ്റോസ് ഡീപ് ഫ്രൈ ചെയ്യുകയല്ല, ഞാൻ എയർ ഫ്രയറിനകത്തിട്ട് എയർ ഫ്രൈ ചെയ്യുവാണ് നമ്മുടെ ഓവനകത്തിട്ട്. നമ്മൾ യൂഷ്വലി റെഗുലർ പൊട്ടാറ്റോസൊക്കെ നമ്മൾ ഓയിലിനകത്തിട്ട് ഫ്രൈ ചെയ്യുവാണ്. ഞാൻ ഓയിൽ വേണ്ട എന്ന് വിചാരിച്ചിട്ട് എയർ ഫ്രയർ ചെയ്യുകയാണ്. ഇൻസ്റ്റൻറ്റ് പോട്ടിൻ്റെ എനിക്കൊരു എയർ ഫ്രയർ ഉണ്ട്. ഇൻസ്റ്റൻറ്റ് പോട്ടിൻ്റെ എയർ ഫ്രയറാണ്. ഞാനത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചു 380 ഡിഗ്രിയിൽ 15 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്വീറ്റ് പൊട്ടാറ്റോ, ഈ ഇൻസ്റ്റൻറ്റ് പോട്ട് മൾട്ടിപർപ്പസ് ആണ്. ഇത് പ്രഷർ കുക്കായിട്ട് യൂസ് ചെയ്യാം, എയർ ഫ്രയറായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിന് ഉള്ളിലാണ് ഞാൻ ഇന്ന് ഈ സ്വീറ്റ് പൊട്ടാറ്റോസ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്വീറ്റ് പൊട്ടാറ്റോസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ സ്വീറ്റ് പൊട്ടാറ്റോസ് ഞാൻ എയർ ഫ്രയറിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നു. ഇത് 2 ബാച്ചായിട്ടിടാം. ക്ലോസ് ചെയ്യുന്നു. 15 മിനിറ്റ്സ്. നെക്സ്റ്റ് ആയിട്ട് മാറിനേറ്റ് ചെയ്ത ഫിഷ് എടുത്തു. 10 മിനിറ്റ്സ് മാറിനേറ്റ് ചെയ്തു, ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തു. ഈ ഫിഷ് ഡസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു 3 സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തു. അതിനുള്ളിലേക്ക് നമ്മുടെ കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്തു. നെക്സ്റ്റ് ആയിട്ട് 1/4 സ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്തു. അതിലൂടെ ഒണിയൻ പൗഡർ, സോൾട്ട്. ഇത് നമുക്ക് നമ്മുടെ ഫിഷ് ഡസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതിന് വേണ്ടി ഒരു മിക്സർ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റായിട്ട് നമുക്ക് ബാറ്റർ ഉണ്ടാക്കണം. ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടി 5 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിനുള്ളിലേക്ക് ഒരു 1/4 സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുന്നു. ഗാർലിക് പൗഡർ ഒരു 1/4 ടീസ്പൂൺ. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ചില്ലി പൗഡർ എല്ലാം മിക്സ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റായിട്ട് ഈ ബാറ്റർ മിക്സ് ചെയ്യുന്നത് ബിയർ യൂസ് ചെയ്താണ്. ബിയർ ഈ ബാറ്റർ നല്ലൊരു ടെസ്റ്റർ കൊടുക്കുന്നുണ്ട്. ഫ്രിഡ്ജിലിരുന്ന ബിയറാണിത്. ബിയറിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഏതെങ്കിലും സോഡ വാട്ടർ യൂസ് ചെയ്താലും മതി, ടെസ്റ്റർ കിട്ടും. നമുക്ക് കുറേശ്ശെ ബിയർ ഒഴിച്ച് നല്ല ലൂസായിട്ടുള്ള ഒരു ബാറ്റർ ഉണ്ടാക്കാം. അതിനോടൊപ്പം തന്നെ ഞാൻ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ബാറ്റർ ഈസ് റെഡി. നെക്സ്റ്റ് സ്റ്റെപ്പ്, നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ചു. എനി ടൈപ്പ് ഓഫ് വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം. ഓയിൽ ഒഴിച്ചു, ചൂടാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫിഷ് 1 by 1 ആയിട്ട് എടുത്ത് ഈ പൗഡറിലൊന്ന് ഡസ്റ്റ് ചെയ്ത് എക്സസ് ആയിട്ടുള്ള ഡസ്റ്റെല്ലാം ഷേക്ക് ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ
ബാറ്ററിലേക്ക് നമ്മൾ ഡിപ്പ് ചെയ്യുന്നു. ഡിപ്പ് ചെയ്ത് എക്സസ് ആയിട്ടുള്ള ബാറ്ററെല്ലാം പോയതിന് ശേഷം നമ്മൾ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ടെമ്പറേച്ചർ കൂട്ടി വെച്ചിട്ട് ഫിഷ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് മീഡിയം ടെമ്പറേച്ചറിൽ ഒരു 8 മിനിറ്റ്സ് ഇത് ഫ്രൈ ചെയ്യണം. നെക്സ്റ്റായിട്ട് നമ്മുടെ എയർ ഫ്രയർ ഓപ്പൺ ചെയ്ത് നോക്കാം ചിപ്സ് എങ്ങനെയുണ്ടെന്ന്. ചിപ്സ് റെഡിയായി. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിപ്സാണ്. അപ്പോൾ നെക്സ്റ്റ് ബാച്ചുകൾ സ്വീറ്റ് പൊട്ടറ്റോ ഇട്ട് കൊടുക്കുന്നു. ഇതൊരു 380 ഡിഗ്രി ഫാരൻഹീറ്റിൽ 15 മിനിറ്റ്സ് ഫ്രൈ ആവണം. ഒരു 10 മിനിറ്റ്സ് ആകുമ്പോൾ ഫ്ലിപ്പ് ചെയ്തിട്ട് 5 മിനിറ്റ്സും കൂടി കൊടുത്ത് അപ്പോൾ നമ്മുടെ ചിപ്സ് റെഡിയാവും. സോ നൗ ഫിഷ് ഈസ് റെഡി. നമുക്കൊരു പേപ്പർ ടവലിലേക്ക് എടുക്കാം. കണ്ടിട്ട് തന്നെ നല്ല ക്രിസ്പിയും ബ്യൂട്ടിഫുള്ളുമാണ്. ഇനി സെക്കൻഡ് ബാച്ച് കൂടിയുണ്ട്. അതും നമുക്ക് സെയിം പ്രോസസ്സ് തന്നെയാണ്. ഡസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ബാറ്ററിൽ ഡിപ്പ് ചെയ്യുന്നു. എക്സസ് ആയിട്ടുള്ള ബാറ്ററെല്ലാം പോയിട്ട് വീണ്ടും ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ ഫിഷ് ആൻഡ് ചിപ്സ് ഈസ് റെഡി. ഇപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ടേസ്റ്റ് സോ ഗുഡ്. നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ക്രിസ്പിയും ക്രഞ്ചിയുമായിട്ടുള്ള ഫിഷ് ആൻഡ് ചിപ്സ് എല്ലാവരും ട്രൈ ചെയ്യണം. സോ താങ്ക് യു so much for watching and keep on watching. See you next time with a new video. Bye.